വെൽക്കം ടു ഓൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോബ്ലം ആണ് ഡിസ്കസ് ചെയ്തത്. അതിൽ രണ്ട് മെത്തേഡ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ടായിരുന്നു, ബുക്ക് വാല്യൂം മാർക്കറ്റ് വാല്യൂം. അതിൽ ബുക്ക് വാല്യൂ വെച്ചിട്ടുള്ളത് നമ്മൾ ഓൾറെഡി സോൾവ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർക്കറ്റ് വാല്യൂ വെയിറ്റ് പ്രൊവൈഡ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഇതിനകത്ത് മാർക്കറ്റ് വാല്യൂ വെയിറ്റിന്റെ പോർഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഒരു ഇക്വിറ്റി ഷെയറിന്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ അത് എന്താണ്? ഇക്വിറ്റി ഷെയറിനും റീടൈൻഡ് ഏർണിങ്ങിനും കൂടിയുള്ള വാല്യൂ ആണ് അല്ലെ. ഒരു ഇക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞത് എന്താണ്? ഇറ്റ് റെപ്രസെന്റ് ഓണേഴ്സ് ക്യാപിറ്റൽ ആണ്. അതായത് ഓണേഴ്സ് ഷെയർ ഇൻ റിസർവ് ആൻഡ് സർപ്ലസ് പ്ലസ് ക്യാപിറ്റൽ ആണ്. സോ ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട്, റിസർവ് കൂടിക്കഴിഞ്ഞാൽ ഇക്വിറ്റിയുടെ വാല്യൂ കൂടും, റിസർവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിറ്റിയുടെ വാല്യൂ കുറയും. കാരണം എന്താണ്? ഒരു ഓർഗനൈസേഷനിൽ റിസർവ് ഉണ്ടെങ്കിൽ, അതായത് റീടൈൻഡ് ഏർണിംഗ് ഉണ്ടെങ്കിൽ അത് ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് കൂട്ടും. സോ അങ്ങനെയുള്ള സ്ട്രെങ്ത് ഉള്ള കമ്പനികൾക്ക് മാർക്കറ്റിൽ ഡിമാൻഡ് കൂടുതലായിരിക്കും. സോ എന്താണ്? നോർമലി മാർക്കറ്റ് പ്രൈസ് കൂടും ഡിമാൻഡ് കൂടിക്കഴിഞ്ഞാൽ. സോ ഒരു ഇക്വിറ്റി ഷെയറിന്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് എന്തും കൂടിയുടെയും കൂടി ഇൻഫ്ലുവൻസ് ആണ്, റീടൈൻഡ് ഏർണിങ്ങിന്റെയും കൂടി ഇൻഫ്ലുവൻസ് ആണ്. സോ അതൊന്ന് ഓർമ്മയിൽ വെക്കുക കേട്ടോ. അപ്പോ നമ്മള് ജസ്റ്റ് ക്വസ്റ്റ്യനിൽ ഉണ്ട്, സോഴ്സ് ഇക്വിറ്റി ഉണ്ട്, പ്രിഫറൻസ് ഉണ്ട്, റീടൈൻഡ് ഉണ്ട്, ഡിബഞ്ചേഴ്സ് ഉണ്ട്. നമുക്ക് ഇതിന്റെ ആവശ്യമില്ല, കാരണം ഇത് ബുക്ക് വാല്യൂ ആണ്. ഇത് വെച്ചിട്ടുള്ള നമ്മൾ ഓൾറെഡി ചെയ്തതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് മാർക്കറ്റ് വാല്യൂ വെയിറ്റ് വെച്ചിട്ടുള്ളതാണ്. അതിനുള്ള ഇൻഫോർമേഷൻ നമുക്ക് പാരഗ്രാഫിൽ തന്നിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിക്കാം. Presently the debentures are being traded at 94%. അതായത് 15 ലക്ഷം രൂപ വിലയില്ല, അതിന്റെ 94% ഇപ്പൊ മാർക്കറ്റിൽ അതിന് വിലയുള്ളൂ. അതായത് 15 ലക്ഷം ഇൻറ്റു 94/100. പ്രിഫറൻസ് ഷെയർസ് അറ്റ് പാർ ആണ്. പ്രിഫറൻസ് ഷെയർസ് പാറിൽ തന്നെയാണ് ട്രേഡ് വാല്യൂ. അതിന് വ്യത്യാസമൊന്നുമില്ല, 10 രൂപ തന്നെയാണ് ഓരോ പ്രിഫറൻസ് ഷെയറിന്റെ വില. അപ്പൊ അതന്നെയാണ് മാർക്കറ്റിലുള്ള വില. ആൻഡ് ദ ഇക്വിറ്റി ഷെയർസ് അറ്റ് 13 per ഷെയർ ആണ്. 13 രൂപയാണ് ഒരു ഇക്വിറ്റി ഷെയറിന് ഉള്ളത്. ഇവിടെ എത്ര ഇക്വിറ്റി ഷെയർസ് ഉണ്ട്? ക്വസ്റ്റ്യനിൽ 2 lakh ഇക്വിറ്റി ഷെയർസ് ആണ് ഉള്ളത്. അപ്പൊ ബുക്ക് വാല്യൂ പ്രകാരം 10 രൂപയാണ് ഫേസ് വാല്യൂ, പക്ഷെ മാർക്കറ്റ് വാല്യൂ എത്രയാണ്? 13 രൂപയാണ്. അതായത് 2 lakh ഇൻറ്റു 13. അത്രയും എന്തുണ്ട്? ഇക്വിറ്റിക്ക് മാർക്കറ്റ് വില. ഒരു ഇക്വിറ്റിക്ക് 13 രൂപ വിലയുണ്ട്. അങ്ങനെ 2 ലക്ഷം ഷെയർസ് ഉണ്ട്. അപ്പൊ 2 lakh ഇൻറ്റു 13, അതായത് 26 lakh ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ എന്തുണ്ട്? ഇക്വിറ്റിയുടെ മാർക്കറ്റ് വാല്യൂ കിട്ടി, പ്രിഫറൻസിന്റെ കിട്ടി, ഡിബഞ്ചറിന്റെ കിട്ടി, റീടൈൻഡ് ഏർണിങ്സിന്റെ ഇവിടെ തന്നിട്ടില്ല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ ഇവിടെയാണ് ഓർക്കേണ്ടത്. ഒരു ഇക്വിറ്റിയുടെ മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ അത് എന്തിന്റെയും കൂടി വിലയാണ്? ആ ഓർഗനൈസേഷനിലെ റീടൈൻഡ് ഏർണിങ്ങിന്റെയും കൂടി വിലയാണ്. അപ്പൊ ഈ 2 lakh ഇൻറ്റു 13, അതായത് 26 lakh എന്ന് പറയുന്നത് ഇക്വിറ്റി ക്യാപിറ്റലിന്റെയും റീടൈൻഡ് ഏർണിങ്ങിന്റെയും കൂടിയുള്ള മാർക്കറ്റ് വാല്യൂ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ 26 lakh ഇക്വിറ്റി ക്യാപിറ്റലിന്റെ പ്രപ്പോർഷൻ റീടൈൻഡ് ഏർണിങ്ങിന്റെ പ്രപ്പോർഷൻ ആയിട്ട് അസൈൻ ചെയ്യണം. ഇവിടെ എന്താണ്? 20 ലക്ഷം രൂപയുടെയാണ് ഇക്വിറ്റി ഉള്ളത്, റീടൈൻഡ് എന്താണ്? 10 ലക്ഷം രൂപയുടെയാണ്. അപ്പൊ അതിന്റെ പ്രപ്പോർഷൻ എത്രയാണ്? 2:1. 20 ലക്ഷം ഇസ്റ്റു 10 ലക്ഷം വെട്ടി പോകുമ്പോൾ 2:1 ആണ്. അപ്പൊ നമ്മൾ ആ 2:1 എന്നുള്ള റേഷ്യോയില് 26 lakhനെ പ്രപ്പോർഷനേറ്റ്, 26 lakhന്റെ 2/3% വാല്യൂ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിന് അവകാശപ്പെട്ടതും 1/3% റീടൈൻഡ് ഏർണിങ്ങിന്റെ മാർക്കറ്റ് വാല്യൂ ആണ്. അപ്പൊ ജസ്റ്റ് നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. നമ്മുടെ ഇൻഫോർമേഷൻ വെച്ചിട്ട് ഓരോ ഇക്വിറ്റിക്കും എത്ര രൂപ വിലയുണ്ടെന്നാ പറഞ്ഞത്? 13 രൂപ വിലയുണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് എത്ര ഇക്വിറ്റി ഷെയർസ് ആണുള്ളത്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 2 ലക്ഷം ഷെയർസ്. അതായത് 2 ലക്ഷം ഇൻറ്റു 13, അതാണ് 26 lakh ആണ് ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി. അതായത് ഒരെണ്ണത്തിന് 13, 2 ലക്ഷം ഉണ്ട്. അപ്പോ ഈ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നത് എന്തിന്റെ കൂടി വാല്യൂ ആണ്? റീടൈൻഡ് ഏർണിങ്ങിന്റെയും കൂടി വാല്യൂവിനെ റിഫ്ലക്ട് ചെയ്യുന്ന ഒരു എലമെന്റ് ആണ്. അതായത് ഇക്വിറ്റി ക്യാപിറ്റൽ പ്ലസ് റീടൈൻഡ് ഏർണിംഗ് ആണ് എന്ത്? ഈ 26 lakh. ഇതിനകത്ത് ബുക്ക് വാല്യൂ അനുസരിച്ച് ഇക്വിറ്റി ക്യാപിറ്റൽ 20 ലക്ഷം, റീടൈൻഡ് ഏർണിംഗ് 10 ലക്ഷമാണ്. അതായത് 20 ലക്ഷം ഇസ്റ്റു 10 ലക്ഷം, അതായത് 2:10.
1 ആണ്. അപ്പൊ എന്റെ മാർക്കറ്റ് വാല്യൂ ഓഫ് റീടൈൻഡ് ഏർണിംഗ് എന്ന് പറയുന്നത് 1/3 ആണ്. അതായത് 26 ലക്ഷം ഇൻറ്റു 1/3. 2:1 എന്ന് പറയുമ്പോൾ 2/3 ഇക്വിറ്റിക്കും 1/3 റീടൈൻഡ് ഏർണിംഗ്. അപ്പൊ 26 lakh ഇൻറ്റു 1/3 എന്ന് പറയുമ്പോൾ 8,66,667. ഇക്വിറ്റിയുടെ ഷെയർ എത്രയാണ്? 2/3, അതായത് 2/3. അപ്പൊ 26 lakh ഇൻറ്റു 2/3, അപ്പൊ 17,33,333. അപ്പൊ മാർക്കറ്റ് വെയിറ്റ് അസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇക്വിറ്റിയുടെ പ്രൈസ് എന്ന് പറഞ്ഞത് തന്നിട്ടുണ്ടാവും. അത് വെച്ചിട്ട് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് വെച്ച് നമ്മൾ ടോട്ടൽ വാല്യൂ ഓഫ് ഇക്വിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. എന്നിട്ട് ആ ടോട്ടൽ വാല്യൂ ഓഫ് ഇക്വിറ്റിയില് ഇക്വിറ്റി ക്യാപിറ്റലിന്റെ വാല്യൂ റീടൈൻഡ് ഏർണിംഗിന്റെ വാല്യൂ അതിന്റെ ബുക്ക് വാല്യൂവിന്റെ പ്രപ്പോർഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അതാണ് ഇവിടെ ചെയ്തത്. അപ്പൊ ഇക്വിറ്റി റീടൈൻഡ് ഏർണിംഗ് 1/3 ഭാഗം 8,66,667. ഇക്വിറ്റിക്ക് 2/3 ഭാഗം 17,33,333. പിന്നെ അഡ്ജസ്റ്റ്മെന്റിൽ പറഞ്ഞിട്ട് പ്രിഫറൻസ് ഷെയർസ് പാറിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. നമുക്ക് 50,000 പ്രിഫറൻസ് ഷെയർസ് ആണുള്ളത്. 10 രൂപയാണ് അതിന്റെ ഫേസ് വാല്യൂ. അപ്പൊ 50,000 ഇൻറ്റു 10 5 lakh. പിന്നെ വരുന്നുണ്ട് ഡിബഞ്ചേഴ്സിന് 94% വാല്യൂ ഉള്ളത്. ടോട്ടൽ ഡിബഞ്ചറിന്റെ ബുക്ക് വാല്യൂ 15 ലക്ഷമാണ്. അപ്പൊ അതിന്റെ 94% അപ്പൊ മാർക്കറ്റിൽ വാല്യൂ ഉള്ളൂ എന്ന് അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞു. അപ്പൊ 15 ലക്ഷം ഇൻറ്റു 94/100. അപ്പൊ എത്രയാണ്? 14,10,000. സോ നമുക്ക് ഓരോ സോഴ്സ് ഓഫ് ഫിനാൻസിന്റെയും ഇന്നത്തെ കറണ്ട് മാർക്കറ്റ് വാല്യൂ കിട്ടി. അപ്പൊ ഇതിന്റെ സമ്മപ്പാണ് കറന്റ് മാർക്കറ്റ് വാല്യൂ ഓഫ് അവർ ഡിഫറെന്റ് സോഴ്സ് ഓഫ് ഫിനാൻസ്. അപ്പൊ എത്രയാണ്? പ്രിഫറൻസ് ഷെയർസ് 5 ലക്ഷം, ഇക്വിറ്റി 17,33,333, റീടൈൻഡ് 8,66,667, ഡിബഞ്ചേഴ്സ് 14,10,000. അപ്പൊ ടോട്ടൽ ക്യാപിറ്റലിന്റെ പ്രസന്റ് വാല്യൂ എത്രയാണ്? 5 ലക്ഷം പ്ലസ് 17,33,333 പ്ലസ് 8,66,667 പ്ലസ് 14,10,000. അപ്പൊ 45,10,000 രൂപയാണ് നമ്മുടെ ടോട്ടൽ വാല്യൂ ഓഫ് വാല്യൂ ഓഫ് അവർ സോഴ്സ് ഓഫ് ഫണ്ട്. 50 ലക്ഷം എന്നുള്ളത് മാർക്കറ്റ് വാല്യൂ വെച്ച് ചെയ്തപ്പോൾ അതിന്റെ പ്രസന്റ് മാർക്കറ്റ് വാല്യൂ എത്രയേ ഉള്ളൂ? 45,10,000 രൂപയുടെ ഫണ്ടാണ് ഉള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്തു? അപ്പൊ ഒരെണ്ണം കിട്ടി. ഇനി വെയിറ്റുകള് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. വെയിറ്റ് അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കുക? 45,10,000 5 ലക്ഷം പ്രിഫറൻസ് ഷെയർസ്. അപ്പൊ 5 ലക്ഷം ഡിവൈഡഡ് ബൈ 45,10,000 ഇൻറ്റു 100 എത്രയാണ്? 11.1%. ഇനി ഇക്വിറ്റി എത്രയാ? 17,33,333. അപ്പൊ 17,33,333 ഡിവൈഡഡ് ബൈ 45,10,000 എത്രയാണ്? 38.4. ഇനി റീടൈൻഡ് ഏർണിംഗ് 8,66,667. അതായത് 45,10,000 8,66,667 റീടൈൻഡ് ഏർണിംഗ് ആണ്. 8,66,667 ഡിവൈഡഡ് ബൈ 45,10,000 ഇൻറ്റു 100 19.2%. ഇനി ഡിബഞ്ചേഴ്സ് 14,10,000. 14,10,000 ഡിവൈഡഡ് ബൈ 45,10,000 ഇൻറ്റു 100 31.3. ഇവിടെ വെയിറ്റ് അസൈൻ ചെയ്യുമ്പോൾ പ്രസന്റ് വാല്യൂ ഓഫ് ഈച്ച് സോഴ്സ് ഓഫ് ഫണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ഫണ്ട് ആണ് ചെയ്യേണ്ടത്. അപ്പൊ അത് വെച്ചിട്ട് വെയിറ്റ് കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് ഓരോന്നിന്റെ വെയിറ്റ് കിട്ടി. 11.1, 38.4, 19.2, 31.3. ഇനി കോസ്റ്റ് നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പ്രിഫറൻസിന്റെ എത്രയാണ്? 8%, ഇക്വിറ്റിയുടെ 11, റീടൈൻഡ് 11, ഡിബഞ്ചേഴ്സ് 4.4. അവിടെ ഫോർമുല വെച്ചിട്ട് എന്താണ്? വെയിറ്റ് ഇൻറ്റു കോസ്റ്റ്. 11.1 ഇൻറ്റു 8/100 എത്രയാ? 0.89. ഇത് പെർസെന്റേജിലായ കാരണമാണ് ബൈ 100 ചെയ്യണത് കേട്ടോ. 38.4 ഇൻറ്റു 11/100 എത്ര വരിക? 4.22. 19.2 ഇൻറ്റു 11/100 2.11. 31.3 ഇൻറ്റു 4.5 എത്രയാണ്? ഡിവൈഡഡ് ബൈ 100 1.41. അത് പെർസെന്റേജിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് ഡിവൈഡഡ് ബൈ 100 ചെയ്യുന്നത്. എന്നിട്ട് എന്താണ്? 0.89, 4.22, 2.11, 1.41. നമ്മുടെ വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ എന്താണ്? സം ഓഫ്
W into C ആണ്. അപ്പൊ 0.89 പ്ലസ് 4.22 പ്ലസ് 2.11 പ്ലസ് 1.41 എത്രയാണ്? 8.63% ആണ് മാർക്കറ്റ് വാല്യൂ വെച്ചിട്ടുള്ള ഫേമിന്റെ ആവറേജ് വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ബുക്ക് വാല്യൂ വെച്ചിട്ട് നമ്മൾ എത്ര കണ്ടുപിടിച്ച? 8.75. മോർ ഓർ ലെസ് സെയിം ആണ്, എന്നാലും ചെറിയ വാരിയേഷൻസ് ഉണ്ട്. ഇനി ഈ വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ്. അതിനൊരു ലോജിക്കും ഉണ്ട്. നമ്മുടെ എൻറ്റയർ ക്യാപിറ്റൽ സ്ട്രക്ചർ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ പ്രോപ്പർ വെയിറ്റ് അസൈൻ ചെയ്തിട്ട് അക്യുറേറ്റ് ആയിട്ടാണ് കാൽക്കുലേഷൻ നടത്തുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പ്രോബ്ലത്തിൽ ഡൗട്ട് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. ഇനി ചില കേസുകളിൽ നമ്മൾ പുതിയ ഫണ്ട് റൈസ് ചെയ്യുമ്പോൾ, അഡീഷണൽ ഫണ്ടുകൾ റൈസ് ചെയ്യുമ്പോൾ വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ സ്യൂട്ടബിൾ അല്ല. അങ്ങനെ ആവുമ്പോ നമ്മൾ യൂസ് ചെയ്യണതാണ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഇൻ കേസ് ഓഫ് ഫേം റൈസിംഗ് ന്യൂ ഫണ്ട് ഫ്രം ഡിഫറെന്റ് സോഴ്സ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഈ മാർക്കറ്റ് വാല്യൂ വെച്ചിട്ടുള്ളത് ഒന്ന് നോക്കുക. ജസ്റ്റ് ഒന്നുമില്ല, ഇക്വിറ്റിയിൽ മാത്രം ഒരു ചെറിയ ഇതുള്ളൂ. ഇക്വിറ്റിയുടെ വാല്യൂ കണ്ടുപിടിക്കുക, അത് റീറ്റൈൻഡ് ഏർണിങ്സിനും ഇക്വിറ്റി ക്യാപിറ്റലിനും അതിന്റെ ബുക്ക് വാല്യൂ വെച്ചിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു കൊടുക്കുക. ശ്രദ്ധിക്കുക, വെയിറ്റ് കാണുമ്പോൾ current market value of particular source divided by total market value of total fund വെച്ചിട്ട് വേണം വെയിറ്റ് കണ്ടുപിടിക്കാൻ. ഇത് വെയിറ്റ് ഇൻറ്റു കോസ്റ്റ് ചെയ്യുമ്പോൾ പെർസെൻറ്റേജിലേക്ക് ആക്കാൻ ഡിവൈഡഡ് ബൈ 100 ചെയ്യുന്നത്. അത് ടോട്ടൽ ചെയ്താൽ we will get the weighted average cost of capital. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.